ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയല്ല, നമുക്ക് ഉണക്കമീൻ, അതായത് വീട്ടിൽ തന്നെ പച്ചമീൻ എങ്ങനെ ഉണങ്ങിയെടുക്കാവുന്നതാണ് കാണിക്കാനാണ്. അപ്പോൾ ഇത് ധാരാളം മീനൊക്കെ ഉള്ള സീസണിൽ നമുക്ക് എടുത്തു വെക്കാമെങ്കിൽ, വില കുറഞ്ഞ് നിൽക്കുന്ന സീസണിൽ എടുത്തു വെക്കാമെങ്കിൽ, പിന്നെ നമുക്ക് നമുക്ക് അല്ലാത്ത സമയത്ത് വിലയൊക്കെ ഉള്ളപ്പോഴൊക്കെ എടുക്കാം. അപ്പം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പം വേണേലും മീൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യമേ നമ്മൾ ആ ചെതുമ്പലൊന്നും കളയണമെന്നില്ല, അതിൻ്റെ വയറ് കീറി അതിൻ്റെ കുടൽ കളയുക. കുടൽ കളഞ്ഞിട്ട് അത് 2-3 പ്രാവശ്യം കഴുകുക. അതായത് ഒരു ചോരവെള്ളം പോകുന്ന സമയം വരെ കഴുകിയെടുക്കുക. കഴുകിയിട്ട് നമ്മൾ ഒരു കിഴുത്തുള്ള പാത്രത്തിലായിട്ട് എടുത്ത് വെക്കുക. അതിപ്പോൾ അതിനകത്ത് വെള്ളം ഊർന്ന് പോകാൻ വേണ്ടി വെക്കുക. വച്ചിട്ട് ആ വെള്ളം ഊർന്ന് പോയി കഴിയും. 1 മണിക്കൂറൊക്കെ നമ്മൾ വെച്ചാൽ മതി, എത്ര വെക്കണമെന്നില്ല. അവ എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കൊട്ടയിലേക്ക് നമ്മൾ ആദ്യമേ ഏത് പാത്രത്തിലാണ് വെക്കുന്നത്, കൊട്ടയ്ക്കകത്തായിരിക്കണം വയ്ക്കുന്നത്, കിഴുത്തയുള്ള കൊട്ടയ്ക്കകത്ത്. അപ്പോൾ കൊട്ടയ്ക്കകത്തിട്ട് വെച്ചിട്ട് ആദ്യമേ ഉപ്പ് നിരത്തുക, അതിൻ്റെ മുകളിൽ നമുക്ക് മീൻ നിരത്തുക, പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഉപ്പ് നിരത്തുക. അങ്ങനെ ലെയറായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് വെള്ളം ഊർന്ന് വരും. ഇത് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണ് വെക്കുന്നത് അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചേക്കണം, അതായത് വെള്ളം ഊർന്ന് വീഴും. അപ്പോൾ ഇടയ്ക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ ആ വെള്ളം എടുത്ത് കളയാം. അങ്ങനെ 2-3 ദിവസം വെച്ചാൽ മതി, നമുക്ക് ഉണക്കമീൻ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് പുറത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഇത് നമ്മൾ ഏത് ടിന്നിലാണ് ഇട്ട് വെക്കുന്നത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ടിന്നിനകത്താക്കി ഇത് ഉപ്പ് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു ടിന്നകത്താക്കി വെക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ബായ്.